ഒന്നിപ്പഴിച്ചാൽ രണ്ട്, രണ്ടിപ്പഴിച്ചാൽ മൂന്ന് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊച്ചിലെ മുതൽ കേട്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ മാർവൽ പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായത്, അതായത് മൂന്നിപ്പഴിച്ചാൽ 4. അത് തന്നെയാണ് മാർവലിന്റെ ഒരു ഫെന്റാസ്റ്റിക് ഫോറിന്റെ നാലാമത്തെ സിനിമ. നാലാമത്തെ ആണോ? ടെക്നിക്കലി ഇതൊരു നാലാമത്തെ സിനിമയും കൂടി തന്നെയാണ്. ആൻഡ് ഫാന്റാസ്റ്റിക് ഫോർ ഫ്രാഞ്ചൈസിലേക്ക് നോക്കിയാൽ മൂന്നാമത്തെ റീബൂട്ടും കൂടി തന്നെയാണ്. സോ ഈ ഒരു സിനിമ എങ്ങനെയുണ്ട്? ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട കാര്യമുണ്ടോ? സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതിൻ്റെയൊക്കെ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് തന്നെ. പിന്നെ ചില ചെറിയ റൂമേഴ്സ്, ചില ആൾക്കാർ വരുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അവരെങ്ങാനും വന്നോ? എല്ലാം നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. സോ എന്റെ പേര് ഹരികൃഷ്ണൻ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എക്സ് എന്റർടൈൻമെന്റ്. കൂടുതൽ സമയമൊന്നും ഞാൻ കളയുന്നില്ല, നേരെ നമുക്ക് തുടങ്ങിക്കളയാം. സോ സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ള മാറ്റ് ഷാക്മാൻ ആണ്. പുള്ളിക്കാരൻ തന്നെയാണ് നമ്മുടെ വാൻഡാവിഷൻ സീരീസും ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് എന്താണ് ഫാന്റാസ്റ്റിക് ഫോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മറ്റൊരു റീബൂട്ട് കൂടി തന്നെയാണ്. പക്ഷേ ഇത് കറന്റ് MCU ആയിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ല. ഇതൊരു ഓൾട്ടർനേറ്റീവ് റിയാലിറ്റിയിൽ ഫ്യൂച്ചറിസ്റ്റിക് റെട്രോ വേൾഡിൽ സംഭവിക്കുന്ന ഒരു ന്യൂയോർക്ക് എല്ലാം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അതുകൂടാതെ തന്നെ ഈ ഒരു സിനിമയെ പ്രത്യേകതയാക്കുന്ന മറ്റൊരു വലിയൊരു എലമെന്റ് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ ഒരു ഫാമിലി ഡൈനാമിക്സ് തന്നെയാണ്. കാരണം നമ്മൾ ഇതുവരെയും ആ ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ മാർവലിന്റെ സിനിമകളിൽ അത്രയ്ക്കും വലിയൊരു ഫാമിലി ഡൈനാമിക്സ് നമ്മൾ കണ്ടിട്ടില്ല. സോ ആ ഒരു ഫാമിലി ഡൈനാമിക്സ് നമുക്ക് ഈ ഒരു പടത്തിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അതുകൂടാതെ തന്നെ ഈ ഒരു എർത്ത്, അതായത് ഇത് നമ്മുടെ MCUവിന്റെ എർത്ത് അല്ല, ഇതൊരു ഓൾട്ടർനേറ്റീവ് റിയാലിറ്റിയിലുള്ള ഈ ഒരു എർത്താണ്. ഈ ഒരു എർത്ത് ഇൻവേഡ് ചെയ്തിട്ട് ആ ഒരു പ്ലാനറ്റ് തിന്നാൻ വരുന്ന ഗലാക്ടസിൽ നിന്ന് ഇവർ എങ്ങനെ ഗലാക്ടസിനെ തടുത്തു നിർത്തുന്നു, ഈ ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ടീം, ഫാന്റാസ്റ്റിക് ഫോറിന്റെ ടീം എങ്ങനെ തടുത്ത് വെക്കണമെന്നാണ് സ്പോയിലർ ഫ്രീ ആയിട്ട് എനിക്ക് നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറയാനുള്ള പ്ലോട്ട്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏതൊരു MCU ഫിലിം എടുത്ത് നോക്കിക്കില്ല, ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൺ ടൈം ഉള്ള ഒരു MCU പടം. അതായത് 1 മണിക്കൂർ 55 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അന്നും കരുതി സിനിമ ഒന്നും ഇല്ല എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ആ 1 മണിക്കൂർ 55 മിനിറ്റ് അവർ സൂപ്പർ ആയിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡയറക്ടറിന് കൊടുക്കേണ്ട ഒരു ക്രെഡിറ്റ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ സിനിമയുടെ പേസിങ് പോകുന്ന രീതിയാണെങ്കിലും വളരെ കിടിലനായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു രീതിയിലും നമുക്ക് ലാഗ് എടുപ്പിക്കില്ല. മെയിൻ സ്റ്റോറി മാത്രം കണ്ടിന്യൂസ്ലി ഫോക്കസ് ചെയ്ത് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതായത് ഫില്ലേഴ്സ് ആയിട്ടുള്ള അവിടെ ഇവിടെയുള്ള ആവശ്യമില്ലാത്ത സൈഡ് പ്ലോട്ട് ഒന്നും അവർ നമ്മളെ കാണിച്ചു തന്നിട്ടില്ല. ആദ്യം മുതൽ അവസാനം വരെ ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് പടമായിട്ടാണ് ഫാന്റാസ്റ്റിക് ഫോർ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു സിനിമയുടെ കാസ്റ്റിലേക്ക് തന്നെ നമുക്ക് നോക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് നമ്മുടെ പീഡ്രോ അണ്ണൻ ഈ ഒരു സിനിമയ്ക്കകത്ത് പൊളിച്ചടുക്കിയിട്ടുണ്ട് മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിന്റെ ക്യാരക്ടറിന്റെ. കാരണം നമുക്കറിയാം, നമ്മളിപ്പോൾ പീഡ്രോ പാസ്കലിന്റെ യൂണിവേഴ്സിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും പീഡ്രോ പാസ്കൽ തന്നെയാണ്. ഒരു കല്ലെടുത്ത് അറിഞ്ഞാലും അവിടെ പീഡ്രോ പാസ്കൽ ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ മൾട്ടിവേഴ്സ് ഓഫ് പീഡ്രോ പാസ്കലിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും ഇതിനകത്ത് പുള്ളിക്കാരൻ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിന്റെ ക്യാരക്ടറിനെ വളരെ കിടലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ സീക്വൻസ് ആയിക്കോട്ടെ, അതുകൂടാതെ തന്നെ ഇതിന്റെ ഫാമിലി ഡൈനാമിക്സ്, ഒരു ടീം ലീഡർ എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിലും പുള്ളിക്കാരൻ ഒരു കിഡിലനായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ത്രൂ ഔട്ട് നമ്മളെ കാഴ്ചവെച്ച് വന്നിട്ടുള്ളത് തന്നെ. പിന്നീട് എടുത്ത് പറയേണ്ട വെനീസ കെർബിയെ കുറിച്ച് തന്നെയാണ്. പുള്ളിക്കാരി ആ ഒരു ഇൻവിസിബിൾ വുമന്റെ ആ ഒരു ക്യാരക്ടറും സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ഫൈനലി മാർവലിന്റെ ഒരു അമ്മയെ നമുക്ക് ലഭിച്ചിരിക്കുക തന്നെയാണ്. ഇതാണ് മിസ്സിസ് മോം ഓഫ് മാർവൽ തന്നെ നമുക്ക് ഒരു അക്ഷരം പോലും തെറ്റാതെ നമുക്ക് പറയാൻ പറ്റും. സോ വെനീസ കെർബിയുടെ ക്യാരക്ടറും പുള്ളിക്കാരി സൂപ്പർ ആയിട്ട് തന്നെ ഇതിനകത്ത് എന്താണെങ്കിലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇബോന്റെ ദ തിങ്ങിന്റെ ക്യാരക്ടറിന് തന്നെയാണ് പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടറിന് ഈവൻ അതൊരു CG വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ അതിന് നല്ലൊരു പേഴ്സണാലിറ്റി കൊടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ആൻഡ് എനിക്ക് നല്ല രീതിയിൽ തന്നെ ദ തിങ്ങിന്റെ ക്യാരക്ടറിന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ജോസഫ് ക്യൂണിന്റെ ജോണി സ്ട്രോം, നമുക്കറിയാം ഇതിനു മുമ്പ് ക്രിസ് ഇവന്റ്സ് ആയിരുന്നു ആ ഒരു ക്യാരക്ടറെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ് എത്രത്തോളം ക്യൂർക്കി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഹോട്ട് ഹെഡഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു ക്യാരക്ടർ എന്നുള്ള ഒരു കാര്യം തന്നെ. ആൻഡ് ജോസഫ് ക്യൂനും വേറൊരു ലെവലിൽ പുള്ളിക്കാരൻ സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്ത് പറയുന്നത് ഇതിനകത്ത് സിൽവർ സഫർ ഒക്കെ ആയിട്ട് പുള്ളിക്കാരൻ ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുന്ന കുറേ സീക്വൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വൺ പൊളിയായിട്ട് തന്നെ ജോസഫ് ക്യൂൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓവറോൾ ഒരു പുതിയൊരു അഡാപ്റ്റേഷൻ ഓഫ് ജോണി എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഹ്യൂമൻ ടോർച്ചിന്റെ പുതിയൊരു വെർഷൻ ഇഷ്ടപ്പെട്ടോ, അതോ നിങ്ങൾക്ക് ഇപ്പോഴും ക്രിസ് ഇവാൻസിന്റെ ഹ്യൂമൻ ടോർച്ച് തന്നെയാണ് ഇഷ്ടം എന്നുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ സിൽവർ സഫറിനെ നോക്കാം. ഞാൻ നേരത്തെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പുള്ളിക്കാരി ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇതിനകത്തേക്ക് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ജോണി സ്ട്രോമും അതുകൂടാതെ സിൽവർ സഫറും ഒക്കെ ആയിട്ടുള്ള കുറെ ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാരി അത്യാവശ്യം നല്ലൊരു ലൈക്കബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ പഴയ സിൽവർ സഫറിനെ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ തന്നെ. ആൻഡ് അതുകൂടാതെ തന്നെ പുള്ളിക്കാരിയുടെ CGയും മാർവൽ സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇനി എടുത്ത് പറയേണ്ട ഗലാക്ടസിനെ കുറിച്ച് തന്നെയാണ്.
ആദ്യമേ ഞാനൊരു കാര്യം പറയാം. കുറെ കാലത്തിന് ശേഷം നമുക്ക് മാർവലിൽ വളരെ നല്ലൊരു വില്ലനെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഗലാക്ടസിനെ ആദ്യം ഒരു ഫീച്ചർ ആ ഒരു ട്രെയിലറിലൊക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്റെ പൊന്നെ ഇതൊരു മറ്റൊരു ദുരന്തമായിരിക്കും. അത് എറ്റേണൽ സിനിമയ്ക്കകത്ത് നമ്മൾ ആ ഒരു സെലസ്റ്റിയൽസിനെ കാണിച്ചേക്കണമല്ലോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വൻ തോൽവി തന്നെയായിരുന്നു. ഇതിന് മുമ്പ് നമ്മൾ ആക്ച്വലി ഗലാക്ടസിനെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു എന്താ പറഞ്ഞ ഒരു പുകയായിട്ടായിരുന്നു. ആശം പുക മാത്രമായിരുന്നു. സോ ആ ഒരു പുകയെന്നും ഈ പറഞ്ഞ സെലസ്റ്റിയൽസിന്റെ ഒക്കെ സിൻഡ്രോം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിച്ചിരിക്കുമായിരുന്നു. പക്ഷെ എന്നാലും ഈ ഒരു സിനിമയ്ക്കകത്ത് ആ ഒരു സൈസ് സ്കെയിലിംഗ് ആണെങ്കിലും അത് കൂടാതെ തന്നെ ഗലാക്ടസിന്റെ വോയിസ് ഓവർ ആണെങ്കിലും എല്ലാം സൂപ്പർ ആയിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് CGI സിൽവർ സഫറിന്റെയും അത് കൂടാതെ തന്നെ ഗലാക്ടസിന്റെയും CGI അവർ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് CGIയുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഈ രണ്ട് കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് CGI കിടിലനാണ് പടത്തിന്റെ. പക്ഷേ ഇതിനകത്ത് ഉള്ളൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നെന്ന് പറയാം, ഇതിനകത്ത് ആ ഒരു കുട്ടിയുടെ CGI എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതെനിക്ക് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു CGI അവർ ചെയ്ത രീതിയിൽ. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാഷിന്റെ ചൈൽഡ് സിൻഡ്രം വന്നതായിരിക്കാം സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ ഫ്ലാഷ് സിനിമയ്ക്കകത്തും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അവർ കുട്ടികളെ ചെയ്യുന്ന രീതി തന്നെ. ആൻഡ് അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് പിന്നീട് ഈ ഒരു സിനിമയ്ക്കകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ ആ ഒരു സ്പേസ് എക്സ്പ്ലോറേഷൻ സീക്വൻസ് ആണ്. അത് പൊളിച്ചടുക്കിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ആക്ച്വലി ഐമാക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് ലെവലിലാണ് അവർ ആക്ച്വലി ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം തന്നെ. അതായത് ഭയങ്കര കിടിലനായിട്ട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേ ഞാൻ പറഞ്ഞ ചില സ്ഥലത്ത് CGI ടോപ്പ് നോച്ച് ആണ്, ചില സ്ഥലത്ത് അതായത് ഇതേപോലത്തെ സ്മോൾ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും CGI അവർ ദുരന്തമായിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ സിനിമയുടെ സ്റ്റോറി ആണെങ്കിലും ഡ്രാമ ആണെങ്കിലും ഈ പറഞ്ഞ ചെറിയ റൺ ടൈമിനകത്ത് അവർക്ക് ഓൺ പോയിന്റ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അത് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പിന്നെ ഒരു നെഗറ്റീവ് വേറെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അതായത് കുറച്ചും കൂടി ആക്ഷൻ സീക്വൻസ് ആകാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ഈ സിനിമയ്ക്കകത്ത് ഒരു ചെറിയൊരു ആക്ഷൻ കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു മുറിക്കകത്ത് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്ന് സംസാരിക്കലായിരുന്നു ഇതിനകത്ത് കൂടുതലും നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ എൻഡിങ്ങിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ട് ആ ഒരു ഗലാക്ടസിന്റെ ഫൈറ്റ് ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആസ് ഒരു സൂപ്പർ ഹീറോ ഫിലിം അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഫിലിം നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ ആക്ഷൻ കുറച്ചും കൂടി കൂടുതൽ വേണം നമ്മൾ ഓരോരുത്തരും നമ്മൾ പ്രതീക്ഷിക്കും. ആൻഡ് ആ ഒരു ലെവലിലേക്ക് ഇവർക്ക് ടച്ച് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി. ഇത് മാത്രമാണ് ഈ ഒരു സിനിമയുടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. യെസ്, എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിട്ടുള്ളതിന്റെ മെയിൻ കാര്യം അത് തന്നെയാണ്. ഞാൻ എത്രയാൻ പറയുള്ളൂ, മിഡ് ക്രെഡിറ്റ് സീൻ. ഞാൻ വേറെ എന്ത് പറഞ്ഞാലും അത് സ്പോയിലറായി പോവും. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്. പക്ഷെ മിഡ് ക്രെഡിറ്റ് സീൻ അത് വേറെ ലെവല് തന്നെയാണ്. നമ്മുടെ നേരത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഞാൻ എന്താണ് ഹിന്റ് ചെയ്യണത് എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് ഫ്യൂച്ചർ ഓഫ് MCU ഇസ് വെരി എക്സൈറ്റിംഗ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഓവറോൾ നല്ലൊരു പടം തന്നെയാണ്. തണ്ടർ ബോൾട്സ് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ വന്നിട്ട് അത്യാവശ്യം നല്ലൊരു പടമായിരുന്നു നമുക്ക് മാർവൽ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് തികച്ചും ഒരു നല്ലൊരു പടം തന്നെയാണ്. കാരണം അതിനകത്ത് എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ ഇത് സൂപ്പറായിട്ട് എന്താണോ മാർവലിൻ്റെ പീക്ക് ലെവലിൽ മാർവൽ ചെയ്യാറുള്ളത് അത് തന്നെയാണ് നമുക്ക് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഈ ഒരു സിനിമയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഞാൻ നല്ല രീതിയിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. കുറേ കാലം കൂടിയിട്ടല്ലേ ശരിക്കും ആദ്യമായിട്ട് നല്ലൊരു ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ ഒരു പടം കാണാൻ കഴിയൽ ഉള്ള കാര്യം ആലോചിക്കുമ്പോൾ തന്നെ. സോ നമ്മുടെ ഈ സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 7 out of 10. ഇറ്റ്സ് എ സൂപ്പർ സിനിമ. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പിന്നെ 3D കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നേരത്തെ നമ്മുടെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞ കാര്യം തന്നെ എനിക്ക് വീണ്ടും പറയാനുള്ളൂ. കാരണം അത് ഡെപ്ത് മാത്രമാണ്. 2Dയിൽ അല്ലെങ്കിൽ 2D IMAXിൽ കാണുന്നത് തന്നെയായിരിക്കും ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. ദയവ് ചെയ്ത് സ്പോയിലർ ഇടരുത്. സ്പെഷ്യലി ആ ഒരു സീൻ്റെ സ്പോയിലർ ഒരിക്കലും ആരും ഇടരുത്. ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് പ്ലീസ് റൂയിൻ ചെയ്യരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.